തലശ്ശേരി ചരിത്രമുറങ്ങുന്ന മലബാറിലെ ഏറെ പ്രാധാന്യമുള്ള ഭൂപ്രദേശം. സംസ്ഥാന സർക്കാർ തലശ്ശേരിയിൽ നടത്തിവരുന്ന ജനോപകാരപ്രദമായ വികസന പദ്ധതികളുടെ വിശേഷങ്ങളുമായി നവകേരളം നവമുന്നേറ്റം. തലശ്ശേരി ബിരിയാണി, തലശ്ശേരി പലഹാരങ്ങൾ, തലശ്ശേരി സർക്കസ്, തലശ്ശേരി ക്രിക്കറ്റ് മൈതാനികൾ. തലശ്ശേരിക്ക് പേരിനൊപ്പം ചേർത്ത് പറയാൻ നിരവധിയായ ഒട്ടനവധി വിശേഷണങ്ങളുണ്ട്. ചരിത്ര പരിശോധനകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട ഈ വിശേഷണങ്ങൾ കണ്ടെത്തുവാൻ ഏറെ ബുദ്ധിമുട്ടുമില്ല. കാരണം ഇന്നും ഈ വിശേഷണങ്ങൾ പുത്തൻ രൂപത്തിലും ഭാവത്തിലും തലശ്ശേരി ഉയർത്തിപ്പിടിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിലാണ് തലശ്ശേരി നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരി നഗരസഭയും ചൊക്ലി, ഇരിഞ്ഞോളി, കതിരൂർ, ന്യൂമാഹി, പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് തലശ്ശേരി നിയമസഭാ മണ്ഡലം. 2016 മുതൽ നിയമസഭയിൽ സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന AN ഷംസീറാണ് മണ്ഡലത്തിന്റെ നിയമസഭാ സാമാജികൻ. കേരളത്തിൻ്റെ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് വിപ്ലവകരമായ തുടക്കം കുറിച്ചതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്, അല്ലെങ്കിൽ കിഫ്ബി. ആ കിഫ്ബി രൂപീകരണത്തിന് 25 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. കേരളം ഇന്ന് നേടിയെടുത്ത എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വലിയ പങ്കുവഹിച്ചു എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. കേരളത്തിലെമ്പാടും ഏറ്റവും വലിയ പുരോഗതിയാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ളത്. പുതിയ റോഡുകൾ, പുതിയ പാലങ്ങൾ, സ്കൂളുകൾക്കും ആശുപത്രികൾക്കും പുതിയ കെട്ടിടങ്ങൾ, ഇങ്ങനെ നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത് ഈ കിഫ്ബിയിലൂടെയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പോലും പ്രതീകമായി മാറിയ കായിക വിനോദമാണ് ക്രിക്കറ്റ്. കേരളത്തിൽ ആദ്യമായി ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ച സ്ഥലം തലശ്ശേരിയാണ്. ഇന്നത്തെ VR കൃഷ്ണയ്യർ സ്മാരക സ്റ്റേഡിയത്തിലായിരുന്നു വേദി. ചരിത്രമുറങ്ങുന്ന ഈ സ്റ്റേഡിയം ഇന്ന് തലശ്ശേരിയുടെ കായിക പൈതൃകത്തിന്റെ കൂടി പ്രതീകമാണ്. തലശ്ശേരി മണ്ഡലത്തിലെ ഏറ്റവും സുപ്രധാനമായ വികസന ചുവടുകളിൽ ഒന്നാണ് VR കൃഷ്ണയ്യർ മുനിസിപ്പൽ സ്റ്റേഡിയം. അഭിമാനത്തോടെ പറയാം, തലശ്ശേരിയുടെ സമഗ്ര പുരോഗതിക്ക് കിഫ്ബി വലിയ പങ്കുവഹിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് തന്നെ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ നിരവധി സർക്കാർ വിദ്യാലയങ്ങൾക്ക് 1 കോടി മുതൽ 5 കോടി വരെ ഭൗതിക പശ്ചാത്തല വികസനത്തിന് കിഫ്ബിയിലൂടെ നേടാൻ സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വടക്കമ്പാട്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചുണ്ടങ്ങപ്പൊയിൽ, ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ ഗോപാൽപേട്ട,
ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചിറക്കര, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കതിരൂർ എന്നിങ്ങനെയുള്ള സർക്കാർ വിദ്യാലയങ്ങളുടെ ഉയർന്ന നിലവാരം പുലർത്തുന്ന പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ഒരു ഭാഗത്ത് സ്കൂളുകളുടെ ഭൗതിക പശ്ചാത്തലം വികസിക്കുമ്പോൾ തന്നെ ആരോഗ്യമേഖല ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മാതൃകയാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് മലബാർ ക്യാൻസർ സെൻറ്റർ. ആ മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഈ 8 വർഷത്തിനിടയിൽ ഏതാണ്ട് 600 കോടിയിലേറെ രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. അതിൽ 200 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. 400 കോടിയുടെ പുതിയ ക്യാൻസർ ബ്ലോക്കിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 400 കോടി വിലമതിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മലബാർ ക്യാൻസർ സെൻറ്റർ ക്യാൻസർ ചികിത്സയ്ക്ക് മാറാൻ പോകുമ്പം ആ നിലയിലേക്ക് എത്തിക്കുന്നതിൽ കിഫ്ബി വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ്. 600 കോടി രൂപയുടെ കിഫ്ബിയിലൂടെ മലബാർ ക്യാൻസർ സെൻറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ചിനായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികൾ തലശ്ശേരി മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ പ്രാധാന്യമേറിയതാണ്. അതുപോലെ തലശ്ശേരിയുടെ അമ്മയും കുഞ്ഞും ആശുപത്രി, വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, ആ വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിന് വേണ്ടി ജനകീയ മൂവ്മെൻറ്റിലൂടെ ഞങ്ങൾ ഭൂമി ഏറ്റെടുത്തപ്പം അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഏതാണ്ട് 40-ലേറെ കോടി രൂപ കിഫ്ബിയിലൂടെ നാം അനുവദിച്ചു കിട്ടിയത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം 2025 മാർച്ചോടുകൂടി പൂർത്തീകരിക്കപ്പെടും. മണ്ഡലത്തിലെ ആരോഗ്യ വിഭാഗം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമാണ് തലശ്ശേരിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിട നിർമ്മാണം. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വിപുലമായ ആശയങ്ങളുടെ ഏകോപനത്തിലൂടെയാണ് സ്വപ്ന പദ്ധതി സാധ്യമാകാൻ തയ്യാറെടുക്കുന്നത്. മറ്റൊന്ന് തലശ്ശേരിയിൽ സൂചിപ്പിക്കാനുള്ളത്, തലശ്ശേരി കോടതി ബൈസെന്റിനറി സെലിബ്രേഷൻ നടത്തിയ കോടതിയാണ്. 200 വർഷം പിന്നിട്ടു. 200 വർഷം പിന്നിട്ട ഹെറിറ്റേജ് കോടതിക്ക് പൈതൃക കോടതി സമുച്ചയം നിർമ്മിക്കാൻ വേണ്ടി കിഫ്ബിയിലൂടെ പണം അനുവദിച്ചു. ഏതാണ്ട് 60 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. ഈ ഡിസംബർ മാസത്തിൽ 2024 പുതിയ കോടതി ജില്ലയ്ക്ക് സമ്മാനിക്കുമ്പം അതിലൂടെയും യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. തലശ്ശേരി കോടതി കെട്ടിട നിർമ്മാണം, തലശ്ശേരി റെയിൽവേ മേൽപ്പാലം എന്നിവ തലശ്ശേരി മണ്ഡല വികസന മുന്നേറ്റങ്ങളുടെ സൂചിക മേൽപോട്ടുയർത്തുന്നവയാണ്. പിന്നെ ഗതാഗതം സംബന്ധിച്ച് പറയുമ്പം ഒരുപാട് റോഡുകൾ ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിലേറ്റവും എടുത്തു കാണിക്കാൻ സാധിക്കുന്നത് റെയിൽവേ മേൽപ്പാലമാണ്. തലശ്ശേരി കണ്ണൂർ ഇന്നിപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ആണ്. ആ സ്റ്റേറ്റ് ഹൈവേയിലെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയ തടസ്സം കൊടുവള്ളിയിലെ റെയിൽവേ ഗേറ്റായിരുന്നു. ആ റെയിൽവേ ഗേറ്റ് ഇല്ലാതെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം, കൊടുവള്ളി ROB നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ ലാസ്റ്റ് ഫേസിലാണ്. ഒരുപക്ഷെ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റീൽ സ്ട്രക്ചറിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 90% പൂർത്തിയായി. കൊടുവള്ളി മേൽപ്പാലത്തിൻ്റെ പണി ഇപ്പം പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു. ഇത് തലശ്ശേരിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും വലിയ മുന്നേറ്റമാകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മണ്ഡലത്തിൽ നടന്ന വലിയ ചുവടുവയ്പ്പാണ് ചമ്പാട് റോഡ് നവീകരണം. ജനക്ഷേമ പ്രവർത്തന പട്ടികയിൽ മണ്ഡലത്തിന്റെ ആകെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതാണ് ഈ പദ്ധതി. മറ്റൊന്ന് തലശ്ശേരി ശ്രീരാമസ്വാമി ടെമ്പിൾ
ഏറ്റവും പുരാതനമായ ടെമ്പിളാണ്. ആ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിൽ എപ്പോഴും ഗതാഗത കുരുക്കാണ്. തലശ്ശേരി പാനൂർ അവിടേക്കുള്ള തലശ്ശേരി തിരുവങ്ങാട് ചമ്പാട് റോഡിൻ്റെ നിർമ്മാണം നടക്കാൻ പോകുന്നത് കിഫ്ബിയിലൂടെയാണ്. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നു. തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിലേക്കുള്ള റോഡ് നവീകരിച്ചത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇങ്ങനെ 10 കോടി മുതൽ 600 കോടി രൂപയുടെ വരെ നിർമ്മാണ പ്രവർത്തനം നടന്ന മണ്ഡലമാണ് തലശ്ശേരി. അതോടൊപ്പം ടൂറിസത്തിൻ്റെ മേഖലയിൽ പരിശോധിക്കുമ്പം ഗുണ്ടട്ട് മ്യൂസിയം നവീകരിച്ചത് കിഫ്ബിയിലൂടെയാണ്. കടൽപ്പാലത്തിൻ്റെ പരിസരം നവീകരിച്ചത് കിഫ്ബിയിലൂടെയാണ്. ഓവർബ്രിഡ്ജ് ഫോളി, ഇങ്ങനെ തലശ്ശേരി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 80 കോടിയോളം രൂപയുടെ ടൂറിസം നവീകരണം നടന്നതും ഈ കിഫ്ബിയിലൂടെയാണ്. അപ്പോൾ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമെന്നൊരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു പോയിരുന്നു. കിഫ്ബിയുടെ നേട്ടം ഏറ്റവും കൂടുതൽ ലഭിച്ച ഒരു അസംബ്ലി മണ്ഡലമാണ് തലശ്ശേരി. കിഫ്ബിയുടെ 25 വർഷം നാം ആഘോഷിക്കുമ്പം അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, വലിയ രീതിയിൽ വികസനം കൊണ്ടുവരാൻ കിഫ്ബിയിലൂടെ തലശ്ശേരിക്ക് സാധിച്ചു. കിഫ്ബിയുടെ മുന്നോട്ടേക്കുള്ള പോക്കിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മലബാർ വികസിക്കുന്നത് തലശ്ശേരിയിൽ നിന്ന് കൂടിയാണ്. സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ജനോപകാര വികസന പദ്ധതികളിൽ തലശ്ശേരിക്കായി നീക്കിവെച്ച വിഹിതം സൂക്ഷ്മവും സുതാര്യവുമായി മണ്ഡലത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ തെളിവാണ് നവകേരളം നവമുന്നേറ്റത്തിൻ്റെ ഈ താളിൽ കാണാൻ സാധിച്ചത്. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന പട്ടണമായ മട്ടന്നൂരിലൂടെയാണ് നവകേരളം നവമുന്നേറ്റത്തിൻ്റെ പുത്തൻ അധ്യായം സഞ്ചരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യം കൊണ്ടും ഗതാഗത സംവിധാനങ്ങൾ കൊണ്ടും ഏറെ വ്യത്യസ്തത നിറഞ്ഞ മട്ടന്നൂരിൻ്റെ കാഴ്ചകളിലേക്ക്. കണ്ണൂർ, ഇരിട്ടി, തലശ്ശേരി എന്നിവിടങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു ചെറു പട്ടണമാണ് മട്ടന്നൂർ. ബാംഗ്ലൂർ തലശ്ശേരി അന്തർ സംസ്ഥാന പാത കടന്നുപോകുന്നതും കണ്ണൂരിനെ കുടകുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശവും മട്ടന്നൂരാണ്. കൂടാതെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന പട്ടണമെന്ന പെരുമയും മട്ടന്നൂരിന് സ്വന്തമാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലെ ചിറ്റാരിപ്പറമ്പ്, കീഴല്ലൂർ, കൂടാളി, മാലൂർ, മങ്ങാട്ടിടം, കുളയാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഇരിട്ടി താലൂക്കിലെ പടിയൂർ, കല്യാട്, തില്ലങ്കേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളും മട്ടന്നൂർ നഗരസഭയും ഉൾക്കൊള്ളുന്നതാണ് മട്ടന്നൂർ നിയമസഭാ മണ്ഡലം. കെ ശൈലജയാണ് നിലവിൽ മട്ടന്നൂർ MLA. ഞാനിപ്പോൾ മട്ടന്നൂർ നിയോജകമണ്ഡലം MLA ആണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നിരവധി പ്രവർത്തനങ്ങൾ കിഫ്ബി സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കിഫ്ബി വഴി കിട്ടിയിട്ടുള്ള ധനസഹായം.
നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ നിറയെ ആളുകൾ വരുന്ന ഒരിടമാണ്. പക്ഷേ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, നല്ല കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല, ലാബുകൾ ഉണ്ടായിരുന്നില്ല, നല്ല തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററുകൾ. അപ്പോൾ ആധുനികമായിട്ടുള്ള അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും കിഫ്ബി മുഖാന്തരം നമുക്ക് വായ്പ ലഭിച്ചിട്ടുണ്ട്. അതിൽ മെഡിക്കൽ കോളേജുകൾക്ക് 500 കോടി മുതൽ 750 കോടി വരെയുള്ള പ്രവൃത്തിക്കാണ് ഭരണാനുമതി ലഭ്യമായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 750-ലേറെ കോടി രൂപയുടെ പ്രവൃത്തിക്കാണ് ഭരണാനുമതി ലഭ്യമായത്. ഓരോ മെഡിക്കൽ കോളേജിൻ്റെതും പറയുന്നില്ല. അതുപോലെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് 100 കോടി രൂപയുടെ വർക്കാണ് നമുക്ക് കിട്ടിയത്. ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. 100 കോടിയുടെ ഒരു പ്രവൃത്തിയാണത്. ആദ്യഘട്ടത്തിൽ തന്നെ 67 കോടിയുടെ പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭ്യമാവുകയും അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മട്ടന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പടിയൂർ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാവശ്ശേരി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാലൂർ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിറ്റാരിപ്പറമ്പ് എന്നീ സർക്കാർ വിദ്യാലയങ്ങളുടെ പരിഷ്കരിച്ച മാതൃകാ മുന്നേറ്റങ്ങൾ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അതിശയിപ്പിക്കുന്ന തരത്തിലാണ്. അതുപോലെ തന്നെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ റവന്യൂ ടവർ, അതും കിഫ്ബി ധനസഹായത്തോടുകൂടി 28 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മട്ടന്നൂരിലെ എല്ലാ ഭരണസ്ഥാപനങ്ങളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതും എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടി ഒന്നായിട്ടാണ് റവന്യൂ ടവറിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഈ ടൂറിസം മേഖലയിൽ കിഫ്ബി വഴി മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ലഭ്യമായിട്ടുള്ളത് തലശ്ശേരി ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പദ്ധതിയാണ്. പഴശ്ശിരാജാവിൻ്റെ കോവിലകം നിലനിന്നിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി ഒരു നല്ല സ്മൃതി മണ്ഡപം ഇപ്പോൾ ചെറുതായിട്ടൊന്നും അവിടെയുണ്ട്. അതിനെ പരിഷ്കരിച്ച് നല്ലൊരു സ്മൃതി മണ്ഡപമാക്കി മാറ്റാൻ സഹായിക്കുന്ന രീതിയിൽ നല്ല ഒരു പദ്ധതി, അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസം മേഖലയിലും കിഫ്ബിയുടെ സഹായം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. പൊതുമരാമത്ത് മേഖലയിൽ നമുക്ക് വലിയ റോഡുകൾ കിഫ്ബിയുടെ ഭാഗമായിട്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്
ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അത് കരേറ്റ കാഞ്ഞിലേരി മാലൂർ റോഡെന്ന് പറയുന്ന ഒരു വലിയ റോഡാണ്. അത് മെക്കാഡം ടാറിങ് പൂർത്തിയായി ഉദ്ഘാടനത്തിന് സജ്ജമായി നിൽക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഈ വെമ്പടി റോഡ്, അതിൻ്റെ നിർമ്മാണം മട്ടന്നൂർ നഗരസഭയും അതുപോലെ തന്നെ അടുത്ത പഞ്ചായത്തുകളൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ നിർമ്മാണവും ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. ഉള്ളിക്കൽ തേർമല കാഞ്ഞിലേരി കണിയാർവയൽ റോഡ് നവീകരണം, കാരേറ്റമാലൂർ റോഡ് നവീകരണം എന്നിവ മണ്ഡലത്തിലെ ജനമനസ്സുകൾ ഏറ്റെടുത്ത പദ്ധതികളാണ്. പ്രധാനമായി റോഡുകൾ, കെട്ടിടങ്ങൾ, കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ കിഫ്ബിയുടെ സഹായത്തോടു കൂടി നടന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. 50,000 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് ഭരണാനുമതി കൊടുക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നിശ്ചയിച്ചു. എന്നാൽ അത് 85,000 കോടിയിലേറെയായിട്ട് ഇപ്പോൾ ഭരണാനുമതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത്രയും തുകയുടെ പ്രവൃത്തികൾ കേരളത്തിനകത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള ഗുണവശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിച്ചു വരുന്നതോടുകൂടി അത് ഏറ്റവും ആധുനികമാകുന്നതോടുകൂടി വ്യാവസായിക കാർഷിക മേഖലയിലൊക്കെ നമുക്കുണ്ടാകുന്ന പുരോഗതിയാണ്. അതുപോലെ ടൂറിസം മേഖലയിലുണ്ടാകുന്ന വമ്പിച്ച പുരോഗതിയാണ്. ഇത് ഒരുപാട് മനുഷ്യരുടെ ജീവിതോപാധിയായിട്ട് മാറുന്നു. തൊഴിലവസരങ്ങൾ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ലോകമാകെ വലിയ മാന്ദ്യം സംഭവിക്കുകയും വൻതോതിലുള്ള പ്രതിസന്ധി ഉണ്ടായി ആളുകൾ പട്ടിണിയിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എന്നാൽ ആ പ്രതിസന്ധിയുടെ ചില ഭാഗങ്ങൾ നമുക്കും ഉണ്ട്. പക്ഷേ കിഫ്ബി പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടുത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ഇവിടുത്തെ മാർക്കറ്റുകൾ സജീവമാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് അല്പം ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലുടനീളം നമുക്കിത് കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക നില സുസ്ഥിരമാക്കുന്നതിന് ഏറെ സഹായിച്ചിട്ടുള്ള ഒന്നാണ് കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ. മട്ടന്നൂർ ഇരട്ടി നഗരസഭാ പരിധിയിൽ വരുന്ന 3 ലക്ഷത്തോളം ജനങ്ങൾക്ക് ശുദ്ധജല വിതരണത്തിനായുള്ള പദ്ധതി മണ്ഡലത്തിനകത്തും പുറത്തും കയ്യടികൾ നേടാൻ കാരണമായിരിക്കുന്നു. ഗാർഹിക കണക്ഷനുകൾ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന വിശാലമായ പദ്ധതി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കാൻ ആവിഷ്കരിച്ചതാണ്. നെൽപ്പാടങ്ങളും കന്യാവനങ്ങളും വെള്ളച്ചാട്ടങ്ങളും അടങ്ങുന്ന മട്ടന്നൂർ പെരുമ വികസന കാര്യങ്ങളിൽ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിലും മുഴങ്ങിക്കേൾക്കുന്നു. സംസ്ഥാന സർക്കാർ ഊന്നൽ നൽകിയ വികസന പ്രവർത്തനങ്ങളാൽ സമ്പന്നമാണ് മട്ടന്നൂർ നിയമസഭാ മണ്ഡലം.